നമസ്കാരം. നിത്യജ്യോതിഷത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് 2025 ജനുവരി മാസം 23-ാം തീയതി, 1200-ാം ആണ്ട് മകരമാസം 10-ാം തീയതി വ്യാഴാഴ്ച. ഇന്ന് വ്യാഴാഴ്ചയാണ്. മാത്രമല്ല ഇന്ന് വിശാഖം നക്ഷത്രമാണ്. വിശാഖം നക്ഷത്രം വ്യാഴവുമായി ബന്ധപ്പെട്ട നക്ഷത്രങ്ങളിൽ പെടുന്നതാണ്. വ്യാഴവുമായിട്ട് ബന്ധപ്പെട്ട നക്ഷത്രം എന്ന് പറഞ്ഞാൽ 3 നക്ഷത്രങ്ങൾ വ്യാഴദശയിലാണ് ജനിക്കണേ. അതായത് പുണർദം, വിശാഖം, പൂരുരുട്ടാതി. അപ്പോൾ ഇവരുടെ മാതൃഗ്രഹം ആരെന്ന് ചോദിച്ചാൽ ഇവർ ജനിക്കുന്നത് തന്നെ വ്യാഴമാണ് അവരെ കൂട്ടിക്കൊണ്ടുവരണേ. അമ്മയാണ് വ്യാഴം. അപ്പോൾ വ്യാഴാഴ്ച തന്നെ ആ വ്യാഴത്തിൻ്റെ ബന്ധമുള്ള നക്ഷത്രമായ വിശാഖ നക്ഷത്രവും കൂടി വന്നിരിക്കുന്ന സ്ഥിതിക്ക് ഇന്ന് വിശേഷാൽ ദിവസം എന്ന് വേണമെങ്കിൽ പറയാം. നവമിയാണ്. മാത്രമല്ല ഇന്ന് നമുക്ക് എന്ത് കാര്യങ്ങളും ചെയ്യാം. വളരെ ഭാഗ്യദായകമായ ഒരു ദിവസവും കൂടിയാണെന്ന് അറിയുക. മറ്റൊന്ന്, ഇന്ന് മകരമാസത്തിലെ വിശാഖ നക്ഷത്രം ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് നമുക്ക് ചിന്തിക്കേണ്ടത്. ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർക്ക് വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ, ഒരു വർഷഫലത്തെ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ഭാഗ്യദായകമായ ഒരു വർഷമാണ് എന്നുള്ളതിന് സംശയം വേണ്ട. ഭാഗ്യത്തെ പ്രദാനം ചെയ്തു തരും. ഐശ്വര്യപ്രദമായ ഒരു ദിവസമാണ് നിങ്ങളുടേത്. അപ്പോൾ ഒരു വർഷത്തെ ഫലത്തെ നമുക്ക് ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ സഫലീകരിക്കാനിട വരും. ഉദ്യോഗത്തിലിരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും. ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും. വല്ല ബിസിനസ്സാദി കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലപ്രദമായ ഒരു അവസ്ഥ ഉണ്ടാവും. അതുപോലെ പഠിക്കുന്ന കുട്ടികളാവട്ടെ, അവർ ചെയ്യുന്ന മേഖലയിൽ അവർക്ക് വളരെ ശോഭിക്കാൻ സാധിക്കുന്ന ഒരു വർഷമായിരിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. എന്തൊക്കെ ദോഷപ്രദമായ ദശകൾ നിങ്ങൾക്ക് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഇന്നത്തെ ദിവസം ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഇതിനെയെല്ലാം അതിജീവിച്ച് പോകാനുള്ള ഒരു വർഷമായിരിക്കും നിങ്ങളുടേത്. അതേപോലെ ഇന്നും നമ്മൾ ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ രാഹുകാലത്തിന് പ്രാധാന്യം കൊടുക്കണം. 2:03 തൊട്ട് ആണ് രാഹുകാല സമയം ആരംഭിക്കുന്നത്. 3:29 വരെ. ഇന്ന് ഞാൻ എന്തുകൊണ്ട് രാഹുകാലത്തിനും ഗുളികനും യമകണ്ഠനും ഒക്കെ കൊള്ളൂലെന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ എന്തിനു നമ്മൾ പറയുന്നു എന്ന് ചോദിച്ചാൽ, കലണ്ടറിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സമയം നോക്കിയിട്ട് ഇറങ്ങുകയാണെങ്കിൽ ആ സമയത്തൊന്നും ആയിരിക്കത്തില്ല പലപ്പോഴും രാഹുകാലം. 1:30 മണി മുതൽ 3 മണി വരെ എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇവിടെ 2 മണി കഴിഞ്ഞ് 2 മണി 3 മിനിറ്റ് തൊട്ടേ തുടങ്ങണുള്ളൂ. 3 മണി വരെ എന്ന് 3 മണിക്ക് തീരുന്നില്ല. 3:29 വരെ രാഹുകാല സമയമുണ്ട്. അപ്പോൾ രാഹുകാല സമയം നമ്മൾ ആകിലും യാത്രാദി കാര്യങ്ങൾക്ക് ഒഴിവാക്കുക. പ്രത്യേകിച്ച് ദൂരയാത്രകൾ, ശുഭപ്രദമായ കാര്യങ്ങൾക്ക് യാത്ര തിരിക്കുന്നത് ഒക്കെ ആ സമയത്ത് ആകിലും ഒഴിവാക്കുന്നത് നന്നായിരിക്കും. അതുപോലെ നമുക്ക് ഒരു കാര്യത്തിനും എടുക്കാൻ പാടില്ലാത്ത 2 സമയങ്ങളാണ് യമകണ്ഠകാല സമയവും ഗുളികകാല സമയവും. അപ്പോൾ യമകണ്ഠനും ഗുളികനും ഇവർ രണ്ടുപേരും പ്രപഞ്ചത്തിൽ എല്ലാ ദിവസവും ഇവർക്ക് അനുവദനീയമായ സമയമുണ്ട് 3 മണിക്കൂറോളം സമയം. ഈ സമയത്ത് എത്ര ശുഭ ദിവസമായാലും നമ്മൾ ശുഭകാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഗുളികൻ്റെ പീരീഡ് 9:43 തൊട്ട് 11:10 വരെയും, യമകണ്ഠകാല സമയം വരുന്നത് 6:51 തൊട്ട് 8:17 വരെയും. കലണ്ടറിൽ രേഖപ്പെടുത്തിക്കുന്ന സമയമല്ല യഥാർത്ഥ സമയം. അപ്പോൾ ഈ സമയം നമ്മൾ അവോയ്ഡ് ചെയ്യുക. ഇന്നും നമുക്ക് അഭിജിത്ത് മുഹൂർത്തം ഉണ്ടെന്ന് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ ആവശ്യമില്ല, കാരണം ബാക്കി സമയങ്ങൾ തന്നെ കൊള്ളാം. പിന്നെ അഭിജിത്ത് മുഹൂർത്തം എടുത്ത് ചെയ്താലോ കുറച്ചുകൂടി വിശേഷാൽ സമയമെന്ന് വേണമെങ്കിൽ പറയാം. കൊള്ളതിൽ വച്ച് ഏറ്റവും നല്ല സമയം 12:12 തൊട്ട് ശരിക്ക് 1 മണി വരെയാണ് അഭിജിത്ത് മുഹൂർത്ത സമയം. 12:12 തൊട്ട് 1 മണി വരെ 48 മിനിറ്റ് നേരം അഭിജിത്ത് മുഹൂർത്തം അഭിജിത്തിന് കൊടുത്തിരിക്കുന്ന സമയമാണ്. ഈ സമയം ഏറ്റവും വിശേഷാൽ സമയമാണ്. അതുപോലെ ഇന്നും ഓരോ ശുഭകാര്യത്തിന് ഇറങ്ങുമ്പോൾ നല്ല ദിവസമാണ്. ഓരോ കാര്യങ്ങൾക്ക്
ഇറങ്ങുമ്പോൾ ഇൻ്റർവ്യൂവിനാവട്ടെ, ഏതെങ്കിലും പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനാവട്ടെ ഒക്കെ കൊള്ളാവുന്ന ദിവസമാണ്. ഇറങ്ങുന്ന സമയത്ത് വസ്ത്രധാരണവും കൂടി ശ്രദ്ധിച്ചോളുക. മഞ്ഞ കളറിലുള്ള വസ്ത്രം കൂടെ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുക. അത് ഷർട്ടായിട്ടോ ബ്ലൗസായിട്ടോ ഷാളായിട്ടോ കോട്ടായിട്ടോ ഇല്ലെങ്കിൽ ഒരു കർച്ചീപ്പായിട്ടെങ്കിലും കയ്യിൽ മഞ്ഞ വസ്ത്രവും കൂടി ധരിക്കുന്നത് നന്നായിരിക്കും. കാരണം പ്രപഞ്ചത്തിൽ നിന്ന് ഗുരുവിൻ്റെ ബന്ധം, ഗുരുവിൻ്റെ ആധിക്യം, ഗുരുവിൻ്റെ പവറ് നമ്മളിലേക്ക് ആകർഷിക്കാൻ വേണ്ടി മഞ്ഞ വസ്ത്രം സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും കൊള്ളാവുന്ന ദിവസമാണ്. എല്ലാവർക്കും മഹാഗുരുവിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.